ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അത് നമ്മുടെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ യൂണിറ്റാണ്. നമ്മൾ ഒരു ഭാഗം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്തായിരുന്നു പാഠത്തിൻ്റെ പേര്? ബാക്ക് ടു ഗ്രീൻ അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ബാക്കിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ പഠിച്ചതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളെ പാരറ്റിനെ കുറിച്ച് പഠിച്ചു അല്ലേ. പാരറ്റിൻ്റെ നെയിം എന്തായിരുന്നു? വാട്ട്സ് ദ നെയിം ഓഫ് പാരറ്റ്? എന്തായിരുന്നു? പോളി ആയിരുന്നു നെയിം അല്ലേ. ഓക്കെ, ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് ഇസ് ദിസ്? എന്താണ്? എന്താണ്? ദിസ് ഈസ് എ പാരറ്റ്. ഇതൊരു പാരറ്റ് ആണ് അല്ലേ. അതൊക്കെ നമ്മൾ നോക്കില്ലേ. വാട്ട് കളർ ഈസ് ദ പാരറ്റ്? ഗ്രീൻ. അപ്പം നമ്മൾ എങ്ങനെ പറയും ഇത് ഈ പാരറ്റിന് ഗ്രീൻ കളറാണെന്ന് എങ്ങനെ പറയും? ദിസ് ഈസ് എ പാരറ്റ് എന്ന് പറഞ്ഞില്ല, അതുപോലെ എങ്ങനെ പറയും? What color is the parrot? Green. This is a green parrot. അപ്പോൾ what is this? This is a parrot. ഫസ്റ്റ് ലൈൻ ഒന്ന് വായിച്ചു നോക്കൂ. എങ്ങനെ പറയും? This is a parrot. What color is the parrot? എന്താണ് പാരറ്റിൻ്റെ നിറം? This is a green പാരറ്റ്. ഇതെന്താണ്? ദിസ് ഈസ് എ ഗ്രീൻ പാരറ്റ്. അപ്പോൾ ഗ്രീൻ ആണല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയുക? ദിസ് ഈസ് എ ഗ്രീൻ പാരറ്റ്. ഈ രണ്ട് സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. അപ്പോൾ ഓക്കെ, അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. നല്ല കിഡ്സ് ആണല്ലേ. ഒന്ന് വായിച്ചു നോക്ക്. This ഈസ് എ പാരറ്റ്. സെക്കൻഡ് ലൈൻ. This is green parrot. ഓക്കെ, അപ്പം നമുക്കറിയാം ഇതൊരു പാരറ്റാണ്. ഇതെന്താണ്? പാരറ്റ് ഗ്രീൻ നിറത്തിലാണ് എന്നല്ലേ. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രീൻ പാരറ്റിനെയൊക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നിങ്ങൾ ക്ലാസ്സിലൊക്കെ ടീച്ചർ പറഞ്ഞിട്ട് ഉണ്ടാക്കി തരും. അതൊക്കെ നല്ല ഭംഗിയിൽ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ അതുപോലെ നമ്മളെ ഈ പാഠത്തിൽ നമ്മൾ നോക്കൂ, ഈ പാരറ്റിന് മരമൊന്നുമില്ലല്ലേ, ഒറ്റയ്ക്കല്ലാതെ ഇരിക്കുന്നത്, കൂടൊന്നുമില്ല അല്ലേ. അപ്പം എന്താണ്? കൂടുണ്ടാക്കി കൊടുക്കാനുണ്ട്. അതൊക്കെ എന്താണ് നിങ്ങളെ വർക്ക് ബുക്കിൽ ആക്ടിവിറ്റി ബുക്കിലുണ്ട്. അതനുസരിച്ച് അതൊക്കെ ക്ലാസ് റൂമിൽ നിന്ന് ചെയ്യണം കേട്ടോ. ഈ പാരറ്റിന് മരവും കൂടും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനുണ്ട് അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് പാരറ്റിനെ കുറിച്ച് സോങ് അറിയോ? ഏതെങ്കിലും ഇംഗ്ലീഷ് റൈം അല്ലേ? അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട് അല്ലേ. ഷാൽ വി സിംഗ് എ സോങ്? നമുക്കൊരു പാട്ട് പാടിയാലോ? റെഡിയാണോ? ഡു യു ലൈക്ക്? ഓക്കെ, പാട്ട് പാടാൻ റെഡിയാണല്ലോ. നല്ല മനോഹരമായ ഒരു പാട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഒന്നിച്ച് പാടാമല്ലേ. ഒരു ലൈന് ഞാൻ പാടും, അപ്പം നിങ്ങൾ കൂടെ പാടണം. ഓരോ ലൈന് നോക്കുകയും വേണം. റെഡിയല്ലേ? Yes. Okay, very good. Green parrot, little parrot. Green parrot, little parrot. Come with me. Come with me. Green parrot, little parrot. Green parrot, little parrot. Sing with me. Sing with me. അപ്പം എന്താ പറഞ്ഞത്? ഗ്രീൻ പാരറ്റ്, ലിറ്റിൽ പാരറ്റ്. അപ്പം പച്ച തത്തേ, കുഞ്ഞു തത്തേ എന്ന് പറയില്ലേ, ലിറ്റിൽ ചെറിയ തത്തേ. കം വിത്ത് മീ. കം വിത്ത് മീ പറഞ്ഞാൽ എന്താ? എൻ്റെ കൂടെ പോരൂന്ന്. ഗ്രീൻ പാരറ്റ്, ലിറ്റിൽ പാരറ്റ്. സിങ് വിത്ത് മീ പറഞ്ഞാലോ എൻ്റെ കൂടെ പാടൂന്ന്. പാട്ട് പാടാൻ കേട്ടോ സിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെ നമുക്ക് ഒരുപാട് ലൈൻസ് ഉണ്ടാക്കാം അല്ലേ. ഒരുപാട് മോർ ലൈൻസ് ഉണ്ടാക്കിക്കൂടെ? നമുക്ക് സിങ് ഡാൻസ് വിത്ത് മീ പറയാല്ലേ. പിന്നെ ടോക്ക് വിത്ത് മീ, എൻ്റെ കൂടെ സംസാരിക്കും. അങ്ങനെ നമുക്ക് ഒരുപാട് വരികൾ ഉണ്ടാക്കാം. അങ്ങനെ ഒരു വരി ഒന്നുകൂടെ നമുക്ക് ആദ്യം പാടി നോക്കാം അല്ലേ. ഓക്കെ, റെഡി? ഗ്രീൻ പാരറ്റ്, ലിറ്റിൽ പാരറ്റ്. Green parrot, little parrot. Come with me. Come with me. Green parrot, little parrot. Green little parrot. Sing with me. Sing with me. നിങ്ങൾ ആക്ഷനൊക്കെ കാണിക്കണം കേട്ടോ. റെഡി?
ഓക്കെ, അപ്പം നമുക്കിനി ഏതൊക്കെ വേർഡുകൾ വെച്ചിട്ട് ഇതുപോലെ മോർ ലൈൻസ് ഉണ്ടാക്കാം, കൂടുതൽ വരികൾ ഉണ്ടാക്കാം? അപ്പം നമുക്കിവിടെ 2 വരികളാണല്ലേ കൊടുത്തത്. ഇനി നമുക്ക് ഈ സോങ്സിന് കൂടുതൽ വരികൾ ഉണ്ടാക്കണം. പറ്റുമോ? എന്നാൽ ഒരു വരിയും കൂടെ ഉണ്ടാക്കി നോക്കാം. എന്ത് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു കം വിത്ത് മീ, കൂടെ പോരൂ, സിങ് വിത്ത് മീ, എൻ്റെ കൂടെ പാട്ട് പാടാൻ പോരൂ. ഇനി അതുപോലെ എന്ത് പറയാം? അത് പറയാം. പിന്നെ ഡാൻസ് പറയാം അല്ലേ? അപ്പോൾ ഡാൻസ് വെച്ചിട്ട് നമുക്കൊരു വരി എങ്ങനെ ഉണ്ടാക്കും? ഒന്ന് ഡാൻസ് വെച്ചിട്ടൊന്ന് വരി ഉണ്ടാക്കിക്കേ. ഗ്രീൻ പാരറ്റ് ലിറ്റിൽ പാരറ്റ് ഡാൻസ് വിത്ത് മീ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാൻസ് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി, ഡാൻസ് വിത്ത് മീന്ന്. ഇനിയോ? ഈറ്റ് വിത്ത് മീ. ഈറ്റ് അങ്ങനെ പറയും നമ്മൾ. എൻ്റെ കൂടെ കഴിക്കാൻ പോരൂ എന്ന് പറയാം. എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോലിക്കൂലേ? അപ്പം എങ്ങനെയാണ്? ഈറ്റ് അല്ലേ? കഴിക്കുക എന്നുള്ളതിന് എന്ത് പറയൂ? ഈറ്റ്. അപ്പം അത് വെച്ചിട്ടൊരു വരി പറഞ്ഞാൽ ഞാനൊന്ന് പറഞ്ഞേ. ഗ്രീൻ ഗ്രീൻ പാരറ്റ് ലിറ്റിൽ പാരറ്റ് കം അല്ല ഇനി നമ്മൾ കഴിക്കുക എന്നുള്ള നീറ്റ് വെച്ചിട്ട് അതിന് പാടും. ഈറ്റ് വിത്ത് മീ. ഗ്രീൻ പാരറ്റ് ലിറ്റിൽ പാരറ്റ് ഈറ്റ് വിത്ത് മീ. ഇനിയോ? വിത്ത് മീ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ എന്നിട്ടാ. അപ്പോൾ ഇനി ഫ്ലൈയോ, പറക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയൂ. ഗ്രീൻ പാരറ്റ് ലിറ്റിൽ പാരറ്റ് ഫ്ലൈ വിത്ത് മീ. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ ഇതുപോലെ മോർ ലൈൻസ് ഉണ്ടാക്കണം കേട്ടോ. അപ്പം നമുക്ക് എക്സാമിനൊക്കെ എങ്ങനെയാണ് വരിക? കുറച്ച് വരി തരും, പിന്നെ അതുപോലെ ബാക്കി നിങ്ങൾ അതുപോലെ പുതിയ വരികൾ ഉണ്ടാക്കാൻ പഠിക്കണം. അപ്പോൾ എല്ലാവർക്കും സോങ് ഇഷ്ടമായോ? യെസ്. അപ്പോൾ നല്ല ഭംഗിയുള്ള സോങ്ങാ അല്ലേ? ഓക്കെ. ലുക്ക് അറ്റ് ഹിയർ. ഒന്ന് വായിച്ചു നോക്കൂ. ഗ്രീൻ പാരറ്റ് ലിറ്റിൽ പാരറ്റ്. പിന്നെ കുറേ ഡോട്ടാണല്ലേ? അവിടെ എന്താണെന്ന് എഴുതിയിട്ടില്ല. പിന്നെ എന്താ എഴുതിയിട്ടുള്ളത്? വിത്ത് മീ. അപ്പോൾ അവിടെ എന്തോ മിസ്സിങ് ഉണ്ട് അല്ലേ? അപ്പം എന്താ മിസ്സിങ്? ഗ്രീൻ പാരറ്റ് ലിറ്റിൽ പാരറ്റ് വിത്ത് മീ. അതിൻ്റെ മുന്നേ എന്തായിരുന്നു? കം വിത്ത് മീ ഉണ്ട്. പിന്നെ നമ്മൾ പിന്നൊന്ന് വേറെ ഒന്നും കൂടെ പഠിച്ചു. പാട്ട് പാടുക എന്നുള്ളതിന് സിങ് വിത്ത് മീ. അപ്പം അതേപോലെ ഞങ്ങൾ വരി ഉണ്ടാക്കി. ഇനി ഇവിടെ എന്തും ചേർക്കാം. നിങ്ങൾ കം ചേർത്താൽ കമ്മ, സിങ് വിത്ത് മീ, വാക്ക് വിത്ത് മീ, ഡാൻസ് വിത്ത് മീ, ഈറ്റ് വിത്ത് മീ, അങ്ങനെ പ്ലേ വിത്ത് മീ, കളിക്കാൻ, അങ്ങനെ കൂട്ടിച്ചേർത്ത് എത്രത്തോളം വേർഡ്സ്, വാക്കുകൾ, അതുപോലെ എത്രത്തോളം സെൻറ്റൻസ് നിങ്ങൾക്ക് വരികൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. പ്ലേ, അങ്ങനെ കുറച്ച് വേർഡ്സ് നമ്മൾ പഠിച്ചാൽ മതി. കം, പ്ലേ, ഈറ്റ്, അങ്ങനെ പഠിച്ചിട്ട് അത് ചേർത്തിട്ട് വരികൾ കുറേ വരികൾ ഉണ്ടാക്കാം അല്ലേ? ഓക്കെ, അങ്ങനെ കൂടുതൽ വരികൾ ഉണ്ടാക്കണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലേ? ഇതൊക്കെ ആരാണ്? പോളീസ് ഫ്രണ്ട്സാണ്. പോളിയുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ ആരൊക്കെയായിരുന്നു പോളീൻ്റെ ഫ്രണ്ട്സ്? എലിഫൻറ്റ്, റാബിറ്റ്, ഡക്ക് അല്ലേ? ഇവർ 3 ആളുമാണ് എന്ത്? പോളിയുടെ ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞില്ലേ? ദിസ് ഈസ് എ ഗ്രീൻ പാരറ്റാന്ന് പഠിച്ചു. എന്തൊക്കെയാണ് ഈ പിക്ചറിലുള്ളത്? ദ നെയിം ഓഫ് ദ പാരറ്റ് ഈസ് പോളി. എലിഫൻറ്റ്, റാബിറ്റ് ആൻഡ് ഡക്ക് ആർ പോളീസ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഈ പിക്ചറിൽ കാണുന്നതൊക്കെ എങ്ങനെയാണ് പറയുക എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്കതൊന്ന് വായിച്ചു നോക്കിയാലോ? ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വായിക്കാൻ പഠിക്കുകയാണ്. അപ്പോൾ ഓരോ വേർഡ്സും ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഫസ്റ്റ് എന്താണ്? ദിസ് ഈസ് എ ഗ്രീൻ പാരറ്റ്. The name of the parrot is Polly. Elephant, rabbit and duck are Polly's friends.
Elephant. അപ്പം എന്താ പറഞ്ഞത്? ദിസ് ഈസ് എ ഗ്രീൻ പാരറ്റ്. ഇതൊരു ഗ്രീൻ പാരറ്റ് ആണ്. ദ നെയിം ഓഫ് ദ പാരറ്റ് ഈസ് പോളി. ദ നെയിം ഓഫ് ദ പാരറ്റ്, ഈ പാരറ്റിൻ്റെ പേരാണ് പോളി. എലിഫന്റ്, റാബിറ്റ് ആൻഡ് ഡക്ക്, ഇവർ 3 പേരുമാണ് ആ പോളീസ് ഫ്രണ്ട്സ്, പോളിയുടെ ഫ്രണ്ട്സ്. ഇനി ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഫസ്റ്റ് ലൈൻ ഒന്ന് വായിച്ചേ. This ദിസ് is a green parrot. Okay, very good. ഈ സെക്കൻഡ് ലൈൻ. ദ നെയിം of ദ parrot is പോളി. നോക്കി വായിക്കണം കേട്ടോ. ഇനി ലാസ്റ്റ് ലൈൻ. elephant, എലിഫന്റ്, റാബിറ്റ് ആൻഡ് duck are Police പോളീസ് friends. ഫ്രണ്ട്സ്. വെരി ഗുഡ്. അപ്പോൾ ഒക്കെ വായിക്കാൻ പഠിഞ്ഞല്ലോ. അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കട്ടോ. നമുക്ക് മെല്ലെ മെല്ലെ വായിക്കാൻ പഠിക്കണം. ഓക്കെ, ഗുഡ്. ഇതിൽ ആർക്കൊക്കെ പെട്ടെന്ന് വായിക്കാൻ കിട്ടിയവരൊക്കെ എൻ്റെ ഇതിൽ കമൻ്റ് ഇടണം കേട്ടോ. നോക്കട്ടെ ഞാൻ ആർക്കെങ്കിലും കൂടുതൽ പെട്ടെന്ന് വായിക്കാൻ പഠിഞ്ഞവരുണ്ടോയെന്ന്. ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ ചിത്രം നോക്കൂ. അവിടെ നമ്മൾ ആരൊക്കെ കണ്ടു? നമ്മൾ പോളിയെയും ഫ്രണ്ട്സിനെയും കണ്ടു അല്ലേ? അവരെവിടെയാണ് നിൽക്കുന്നത്? പോളിയും ഫ്രണ്ട്സും എവിടെ നിൽക്കുന്നത്? എവിടെയാണ് അവരെവിടെ? നമ്മളെ പോലെ നാട്ടിലാണോ അതോ കാട്ടിലാണോ? കാട്ടിലാണ് അല്ലേ? അപ്പോൾ കാട് എന്നുള്ളതിന് എന്താ നമ്മൾ പറയുക? ജംഗലാണ് കേട്ടോ. കാടിന് എന്ത് പറയും? ജംഗിൾ. ഓക്കെ, ജംഗിൾ. അപ്പോൾ എവിടെയാണ്? പോളി ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ ഇൻ ദ ജംഗിൾ. എവിടെയാണ് നിൽക്കുന്നത്? പോളി ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ ഇൻ ദ ജംഗിൾ. അവർ കാട്ടിലാണല്ലേ നിൽക്കുന്നത്. ആ ചിത്രത്തിൽ എന്തൊക്കെ നമുക്ക് കാണാം? എന്തൊക്കെ കാണുന്നുണ്ട്? എങ്ങനെയാണ് നിങ്ങൾക്കിത് കാടാന്ന് മനസ്സിലായത്? കുറേ ചെടികളുണ്ട്, പുല്ലുകളുണ്ട് അല്ലേ? ഇതൊക്കെ ഉണ്ട് അല്ലേ? ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കിത് ജംഗലാന്ന് മനസ്സിലായത്. അങ്ങനെ ഓക്കെ. ഇനി നിങ്ങളെ ആക്ടിവിറ്റി ബുക്കിൽ എന്താണ്? ഇതുപോലൊരു കാടുണ്ട്, ജംഗിളുണ്ട്. അതിന് കളറ് കൊടുക്കാനും ഭംഗിയാക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ എടുക്കുമ്പോൾ അതിൽ ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഒന്നും കൂടെ ഇത് പഠിക്കുകയാണ് കേട്ടോ. ചിത്രം ഒന്ന് സൂക്ഷിച്ച് നോക്ക്. ഹു ആർ ദർ ഇൻ ദ പിക്ചർ? ചിത്രത്തിൽ ആരൊക്കെയാണ് ചിത്രത്തിലുള്ളത്? ആരൊക്കെയാണ്? എലിഫന്റ്. ദെൻ പിന്നെ ആരൊക്കെയുണ്ട്? ഹു ആർ ദ അതർ? വേറെ ആരൊക്കെയുണ്ട്? അതിനെന്താ പറയുക? റാബിറ്റ്. പിന്നെ ആരുള്ളത്? ഡക്ക് ഉണ്ട്. പിന്നെ മരത്തിന്റെ പൊത്തിലാരാ? പോളി. അതായത് നമ്മുടെ പാരറ്റ് അല്ലേ? അപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നത്? ഈ ചിത്രത്തിലുള്ള കാര്യം ഒന്ന് എഴുതി നോക്കിയാലോ? എങ്ങനെയാ നമ്മൾ എഴുതും? ഈ 4 ആൾക്കാരുണ്ട്, അവർ ഫ്രണ്ട്സ് ആണെന്ന് എങ്ങനെ എഴുതും? എലിഫന്റ്, പാരറ്റ്, റാബിറ്റ് ആൻഡ് ഡക്ക്. they are friends. ഈ 4 പേരുണ്ട്. പിന്നെ എന്താണ്? they are friends. അവരെന്താണ്? ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഒന്ന് വായിച്ചേ, ഒന്നും കൂടെ നോക്കിയിട്ട് വായിക്ക്. എലിഫന്റ്, പാരറ്റ്, റാബിറ്റ് ഡക്ക്. ഇനി എന്താ? 4 പേരുണ്ട്. അവരെന്താണ്? they are friends. ഇങ്ങനെയാണ് നമ്മൾ
വരികൾ എഴുതേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇനിയും കൂട്ടിച്ചേർക്കണം. Where are they now? Where are they now? അവരിപ്പോൾ എവിടെയാണ്? Are they in the city? അവർ സിറ്റിയിലാണോ? In the village? No. പിന്നെ എവിടെയാണ്? In the jungle. എവിടെയാണ്? In the jungle. കാട്ടിലാണല്ലേ. അപ്പം നമുക്ക് അതും കൂടെ ഈ വരിയിൽ കൂട്ടിച്ചേർത്താലോ? ഓക്കെ. അപ്പം നമ്മൾ അവരെവിടാന്ന് പറഞ്ഞത് ജംഗിളിലാണല്ലേ. അതും കൂടെ കൂട്ടിച്ചേർത്തു. ഇനി നമുക്ക് വായിക്കാം. എളുപ്പമാണല്ലേ. ഒന്ന് വായിക്കേ. എലിഫന്റ്, പാരറ്റ്, റാബിറ്റ് ആൻഡ് ഡക്ക്. They are friends. Friends in the jungle. ഫ്രണ്ട്സ് എവിടെയാണ്? ജംഗിളിലാണ്. ഇനി ഒന്ന് തനിയെ വായിച്ചു നോക്കൂ. Elephant, parrot, rabbit, and duck. ഇനി അടുത്ത വരിയോ? എന്താന്നല്ല, ദേ. ദേ ആർ. അവര് ആറാണ് കേട്ടോ. ചേർക്ക് കൂടുതൽ ആളുടെ ദേന്റെ കൂടെ. ദേ ആർ ഫ്രണ്ട്സ്. അപ്പൊ അവര് കൂട്ടുകാരാണ്. ഇനി ലാസ്റ്റ് വരിയോ? അവരെവിടാന്ന്? കാട്ടിലാണ് എന്ന് പറഞ്ഞു. അതിന്റെ വരി എന്താണ്? ആരൊക്കെയാണ്? ഫ്രണ്ട്സ്. പിന്നെ in the jungle. ജംഗിളിലാണ് അല്ലേ. ഫ്രണ്ട്സ് എവിടെയാണ്? ജംഗിളിലാണ്. ഇനി നമുക്ക് ഇവരെന്നും ചെയ്യുന്ന ഒരു കുഞ്ഞു സോങ് ആയാലോ? അപ്പൊ ഈ ഫ്രണ്ട്സ് എന്താ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എന്താണ്? നമുക്ക് നോക്കൂ. ഫസ്റ്റ് ലൈൻ ഒന്ന് നോക്കൂ. കൂടെ വായിക്കണം കേട്ടോ. They play and play. Play all day. അപ്പൊ പ്ലേ പറഞ്ഞാൽ എന്താ? കളിക്കുക. ദേ പറഞ്ഞാലോ അവര് ആരൊക്കെയാ ഫ്രണ്ട്സ്? എലിഫന്റും റാബിറ്റും ഡക്കും നമ്മളെ പാരറ്റും. അപ്പൊ അവരെന്താ ഡെയിലി ചെയ്യുന്നത്? ദേ പ്ലേ ആൻഡ് പ്ലേ ഓൾ ഡേ. എല്ലാ ദിവസവും അവര് കളിക്കൂലേ. ഇനിയോ നെക്സ്റ്റ് ലൈന് നോക്കൂ. ഒന്ന് നോക്കിയിട്ട് വായിക്കട്ടാ. ദേ സ്വിങ് ആൻഡ് സ്വിങ്. Swing all day. ഇനി ഒന്ന് നമുക്ക് ഓരോ ലൈനും ഒന്ന് ഒറ്റയ്ക്ക് വായിക്കാൻ പറ്റുമോന്ന് നോക്കാം. ഓക്കെ. ഫസ്റ്റ് ലൈൻ എന്താ? ദേ പ്ലേ ആൻഡ് പിന്നെന്താ? പ്ലേ. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ പ്ലേ. ദേ പ്ലേ ആൻഡ് പ്ലേ. ഇനി സെക്കൻഡ് ലൈൻ പ്ലേ ഓൾ ഡേ. ഇനി തേർഡ് ലൈൻ അല്ലേ. ദേ ഒന്ന് വായിച്ചു നോക്ക്. ദേ സ്വിങ് and sing all പിന്നെന്താ? ആൾ എല്ലാ ഡേ. അങ്ങനെ വായിക്കാൻ പഠിക്കണം കേട്ടോ. നോക്കിയിട്ട് നന്നായി വായിക്കണേ. ഇനി ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ പറയോ അവർ ഡെയിലി കളിക്കുന്നു പറഞ്ഞ വരി എവിടെയാണ്? അവർ കളിക്കുന്നു പറഞ്ഞത് എത്രാമത്തെ ലൈനാണ്? എല്ലാ ദിവസവും കളിക്കും. ആ ലൈനൊന്ന് വായിച്ച്. ദേ പ്ലേ ആൻഡ് പ്ലേ ഓൾ ഡേ എന്നില്ലേ. ദേ പ്ലേ അവർ കളിക്കും, ആൻഡ് പ്ലേ ഓൾ ഡേ എല്ലാ ദിവസവും കളിക്കും. ഇനി എല്ലാ ദിവസവും ഊഞ്ഞാലാടുന്നുള്ളതിൻ്റെ വരി ഏതാ? എത്രാമത്താ? സിങ് ഓൾ ഡേ എന്ന് പറയുന്ന ലൈൻ എത്രാമത്താ? 3യോ? ദേ സ്വിങ് ആൻഡ് സിങ് അല്ലേ 3?
സിങ് ഓൾ ഡേ എല്ലാ ദിവസവും എന്ന് വരുന്നത് എത്രാമത്താ? Last. ലാസ്റ്റ് ലൈൻ അല്ലേ? അപ്പോൾ അങ്ങനെ ഒന്നും കൂടെ വായിക്കല്ലേ. ദേ പ്ലേ ആൻഡ് പ്ലേ. They play and play. പ്ലേ ഓൾ ഡേ. Play all day. ദേ സ്വിങ് ആൻഡ് സിങ്. They sing and sing. സിങ് ഓൾ ഡേ. Sing all day. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ കൂടുതൽ വരികളൊക്കെ കൂട്ടിച്ചേർക്കാല്ലേ. അവരെന്നും കളിക്കും, അവരെന്നും എല്ലാ ദിവസവും കളിക്കും, അവരെന്നും എന്താണ് ഊഞ്ഞാലാടുന്ന് പറഞ്ഞു. പിന്നെ എന്താണ് നമുക്ക് എന്ത് കൂട്ടാം? അവരെന്നും പാട്ട് പാടുന്ന എങ്ങനെ എഴുതും? ഓക്കെ, നമ്മളെന്താണ് പാട്ട് പാടുക, സിങ് പാട്ട് പാടും അല്ലേ? അപ്പോൾ അതെങ്ങനെ വരി ഉണ്ടാക്കും? ദേ സിങ് Sing ആൻഡ് and സിങ്. sing. സിങ് ഓൾ ഡേ. Sing all day. ഇനി ഡാൻസ് കളിക്കുന്ന എങ്ങനെയാ അപ്പം ഉണ്ടാക്കും? They ദേ ഡാൻസ് ആൻഡ് dance. ഡാൻസ് ഓൾ ഡേ. അപ്പം എന്താണ് നമ്മൾ പ്ലേ ഉള്ളവിടത്തൊക്കെ ഡാൻസ് ചേർത്തു. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ വരികൾ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ഇനി അങ്ങനെ വേറെ വേർഡ്സ് കൊണ്ട് വരികളും കൂടെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മൾ ഇപ്പോൾ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഇനി നമ്മൾ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ ഇനി വർക്ക് ബുക്ക് ഉണ്ട്, നിങ്ങൾക്ക് ആക്ടിവിറ്റി ബുക്ക് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിലത്തെ പല പ്രവർത്തനങ്ങളും അതിലാണ് വരിക. അതിൽ വരുന്ന പ്രവർത്തനങ്ങൾ അതിൽ ചെയ്യുക, എന്ന് വായിക്കാൻ പഠിക്കുക, അതുപോലെ കൂടുതൽ വരികൾ ഉണ്ടാക്കാൻ പഠിക്കുക. ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ? ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം കേട്ടോ. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻ്റ് ഇടണം. ഓക്കെ, ബൈ.